ക്രിസ്മസ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം. വിശുദ്ധ സുവിശേഷങ്ങളിലെ ഏറ്റവും മനോഹരമായ ഓർമ്മപ്പെടുത്തലുകളിൽ ഒന്നാണ് നാം വായിച്ചു കേട്ട ഈ വചനം. എവിടെയാണ് സത്യത്തിൽ നമ്മുടെ ദൈവാന്വേഷണങ്ങൾ ആരംഭിക്കേണ്ടത്? അത് നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സാധാരണമായ പശ്ചാത്തലങ്ങളിലായിരിക്കണം. സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അവൻ്റെ സാധാരണമായ ഇടപാടുകളിൽ അവൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവാന്വേഷണങ്ങൾ ആഴപ്പെട്ടിരിക്കുന്നത്. പുൽത്തൊഴുത്തിനേക്കാൾ അതിന് പറ്റിയ മറ്റൊരു വാക്ക് വേറെ എങ്ങും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതിനാൽ പുൽത്തൊട്ടിയിലെ അത്ഭുത ശിശുവിൽ നിന്ന് നമ്മുടെ ദൈവാന്വേഷണങ്ങളൊക്കെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ സാധാരണത്വങ്ങളിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് പഠിക്കാം. പിള്ളക്കൊച്ച കൊണ്ട് പൊതിഞ്ഞ് സാധാരണ പൈതലിനെ പോലെ സാധാരണക്കാരൻ പെരുമാറുന്ന കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു അത്ഭുത ശിശു. സാധാരണത്വങ്ങളിൽ പിറന്നു വീണ ഒരു അസാധാരണ ശിശുവായിരുന്നു നമ്മുടെ കർത്താവ്. അവൻ എന്നും സാധാരണക്കാരോട് കൂടിയായിരുന്നു. സാധാരണക്കാർ പാർക്കുന്ന വീടുകളിൽ, സാധാരണക്കാർ അന്തിയുറങ്ങുന്ന ഉമ്മറങ്ങളിൽ, സാധാരണക്കാരെ കണ്ടെത്തുന്ന മണൽപ്പരപ്പുകളിലും തെരുവോരങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും മരച്ചുവടുകളിലൊക്കെയാണ് നമ്മുടെ കർത്താവ് മനുഷ്യരെ അഭിമുഖീകരിച്ചിരുന്നത്. ദൈവാന്വേഷണങ്ങൾ ആരംഭിക്കുമ്പോൾ സാധാരണത്വങ്ങളെ മറക്കുന്ന ആധുനിക ശൈലി ഒട്ടും ചേർച്ചയുള്ളതല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ് എന്തൊക്കെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? അതിൽ നിശ്ചയമായും സൗമ്യതയുടെ ഒരുപാട് പാഠങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ദാവീദിനെ ശൗൽ അണിയിക്കുന്നത് പോലെ നമുക്ക് ഇണങ്ങുകയോ നമുക്ക് ചേരുകയോ ചെയ്യാത്ത എത്ര കവചങ്ങളാണ് ഈ വർത്തമാനകാലം നമ്മെ അണിയിക്കുന്നത്. പുറംപൂച്ചുകളുടെ, സ്വാർത്ഥതയുടെ, വിദ്വേഷത്തിൻ്റെ, ശത്രുതയുടെ, കോപത്തിൻ്റെ, ശാഠ്യത്തിൻ്റെ എത്ര കവചങ്ങളാണ് ഈ കാലം നമ്മെ അണിയിച്ചിരിക്കുന്നത്. ഈ കവചങ്ങളൊന്നും നമുക്ക് പാകമല്ല. ശൗൽ ദാവീദിനെ അണിയിക്കുന്ന ആ കവചങ്ങളൊന്നും ദാവീദിന് പാകമായിരുന്നില്ല. എന്നാൽ ശൗലിന് തെറ്റിപ്പോയത് ദാവീദിനെ വിലമതിക്കുന്നതിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ വിലമതിക്കുന്നത് എങ്ങനെയാണ്? എന്തെല്ലാം മാനദണ്ഡമാണ് അതിന് നാം തിരഞ്ഞെടുക്കുന്നത്? ഒരു സാധാരണ മനുഷ്യനെ അവൻ്റെ സാധാരണ ചുറ്റുപാടുകളോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ, അവനിലേക്ക് ഇറങ്ങി വരാൻ, അവനെ അടുത്തറിയാൻ, അവനെ മനസ്സിലാക്കാൻ, അവൻ്റെ കരം പിടിക്കാൻ, അവൻ്റെ കണ്ണീർ തുടയ്ക്കാൻ, അവനോടൊരു ആശ്വാസവാക്ക് പറയാൻ, ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. വർത്തമാനകാലം അണിയിക്കുന്ന പാകമല്ലാത്ത കവചങ്ങൾ ധരിച്ച് ഓരോരോ മത്സരങ്ങളുടെ കടമ്പയിൽ തട്ടിയും മുട്ടിയും മുടന്തിയും നാം നമ്മുടെ ജീവിതത്തെ ദുഷ്കരമാക്കി തീർക്കുകയാണ്.
ആക്രാന്തങ്ങളുടെയും വ്യഗ്രതയുടെയും നെട്ടോട്ടങ്ങളുടെ നടുവിൽ നാം തളർന്ന് തരിപ്പണമാവുകയാണ്. സാധാരണത്വങ്ങൾ നമ്മുടെ ചിന്തയിൽ നിന്നേ മാറിപ്പോയിരിക്കുന്നു. അസാധാരണമായ സാഹചര്യങ്ങളെ നാം പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സാധാരണമായിരുന്ന ഭക്ഷണം, സാധാരണ ശീലങ്ങളൊക്കെ നാം മാറ്റിവെച്ച് ഇന്ന് പാശ്ചാത്യ ശൈലിയിലേക്ക് നാം കൂപ്പുകുത്തി പോയിരിക്കുന്നു. ആ പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു സാധാരണ മനുഷ്യ പൈതലിനെ പോലെ കിടത്തിയിരുന്ന അത്ഭുത ശിശുവിനെ നാം മറന്നുപോകരുത്. മനുഷ്യ ജീവിതത്തിൻ്റെ സൗന്ദര്യശാസ്ത്രമാണ് സുവിശേഷം. ഒരാളുടെ അഴകിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടത് ലാളിത്യങ്ങളെ തിരികെ പിടിച്ചുകൊണ്ടുവേണം എന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ ഈ പുൽത്തൊട്ടിയിൽ നിന്ന് നാം കേൾക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ലളിത ജീവിതത്തിലേക്കുള്ള ദീപ്തമായ ക്ഷണങ്ങളുണ്ട്. കലയിലും രാഷ്ട്രീയത്തിലുമൊക്കെ അതിൻ്റെ അടയാളങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് കാലം നമ്മുടെ സാധാരണത്വങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ആ പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യ പൈതൽ, അസാധാരണ പൈതൽ സാധാരണത്വങ്ങളിൽ വന്ന് പിറന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളുടെ കവചങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അരുമനാഥനായ ക്രിസ്തുവിനെ നാം ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നിർമ്മലമായി തീരും, വിശുദ്ധിയുള്ളതായി മാറും, ചുറ്റുപാടുകൾ അനുഗ്രഹീതമായി തീരും. എളിമയോടെ നമുക്ക് ജീവിക്കാം. എളിമയുടെ മാതൃകകളെ നമുക്ക് ഏറ്റെടുക്കാം. വിനയമുള്ള മനുഷ്യരോട് ചേർന്ന് നടക്കാം. വിനയത്തിൻ്റെ ലോകമാതൃകയായ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കാം. അങ്ങനെ സുവിശേഷം അനുശാസിക്കുന്ന ദൈവിക മൂല്യങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പറിച്ച് നടാം. സാധാരണത്വങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതിന് സർവേശ്വരൻ എല്ലാ ഭാഗ്യവും സാഹചര്യങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു സുദിനം ആശംസിക്കുന്നു. ദൈവം തൻ്റെ അദൃശ്യമായ വലതുകരം നീട്ടി നമ്മെ നമുക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.